ഇന്ന് കൊട്ടിക്കലാശം. കേരളത്തിലെ 2,54,00,000 വോട്ടർമാർ മറ്റന്നാൾ ബൂത്തിൽ. ഒരു മാസം നീണ്ട നാടിളക്കിയ പ്രചാരണത്തിന് ഇന്ന് വൈകുന്നേരം കൊട്ടിക്കലാശം. 24,000-ലധികം പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, അമിത് ഷാ, പ്രിയങ്ക ഗാന്ധി, സീതാറാം യെച്ചൂരി ദേശീയ നേതാക്കളാകെ കേരളത്തിലേക്ക് ഒഴുകിയ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശകരമായിരുന്നു. മുക്കും മൂലയും ഇളക്കിമറിച്ചുള്ള കൊട്ടിക്കലാശപൂരം ഇന്ന് വൈകുന്നേരമാണ്. 90% വോട്ടർമാരും ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ബൂത്തിലെത്തും മുൻപ് മാത്രം തീരുമാനമെടുക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാനാണ് ഈ അവസാന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികളുടെ ശ്രമം. ജില്ലാ പട്ടണ ആസ്ഥാനങ്ങളിൽ പരമാവധി പ്രവർത്തകരെയും മുൻനിര നേതാക്കളെയും അണിനിരത്തി വർണ്ണാഭമായ റോഡ് ഷോകളാണ് ഇന്ന് വൈകിട്ട് ഒരുങ്ങുന്നത്. ഇതുവരെ സമാധാനപരമായി നീങ്ങിയ പ്രചാരണം അവസാന മണിക്കൂറിന്റെ ആവേശത്തിൽ അതിരുവിടാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾ അടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ നാളെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. ഉച്ചയ്ക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. വികസനം വാഴുമെന്നും വർഗീയത വീഴുമെന്നും ഇടതുമുന്നണി. ഭാരതത്തെ വീണ്ടെടുക്കാൻ ഒരു കൈ സഹായം മലയാളികൾ നൽകുമെന്നുറപ്പിച്ച് UDF. വീണ്ടും വരണം മോദി ഭരണമെന്ന് മലയാളിയും ആഗ്രഹിക്കുന്നതായി BJP. എല്ലാ അവകാശവാദങ്ങളും ആരോപണങ്ങളും കേട്ടുനിന്ന വോട്ടർമാർ മറ്റന്നാൾ രാവിലെ 7 മുതൽ വോട്ട് കുത്തിത്തുടങ്ങും. പുറമേക്ക് കാട്ടുന്നില്ലെങ്കിലും ഓരോ മുന്നണിയുടെയും സ്ഥാനാർത്ഥിയുടെയും നെഞ്ചിടിക്കുന്നുണ്ട് ഈ അവസാന മണിക്കൂറുകളിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, ആലപ്പുഴയിൽ നിന്ന് VV വിനോദ്, കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രൻ, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷിലേക്ക് പോവുകയാണെങ്കിൽ, ഉമേഷ, ഇന്ന് കൊട്ടിക്കലാശം, മറ്റന്നാൾ കേരളം വിധി എഴുതും. അവസാന ദിവസമായ ഇന്ന് സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണുള്ളത്? റോഡ് ഷോ അടക്കമുള്ളവയുടെ വിശദാംശങ്ങളും. ഇന്ന് കൊട്ടിക്കലാശമാണ്. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പരസ്യ പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ദിവസമാണ്. അത് ഏറ്റവും അവിസ്മരണീയമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സ്ഥാനാർത്ഥികൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്താണ് കൊട്ടിക്കലാശം ഒരുപക്ഷെ ഏറ്റവും ആവേശപൂർവ്വം നടക്കുക. ത്രികോണ മത്സരം, 3 സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന സ്ഥലം. രാവിലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൻ്റെ തിരക്കുകളിലേക്ക് നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഈസ്റ്റർ ദിനമാണ്. രാവിലെ പള്ളികളിലെത്തി ഈസ്റ്റർ ദിനാശംസകൾ നൽകുന്നതിൻ്റെ തിരക്കിലാണ് 3 സ്ഥാനാർത്ഥികളും. ഏകദേശം 9 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും. തിരുവനന്തപുരത്ത് സിറ്റിംഗ് MP ആയ ശശി തരൂരിൻ്റെ റോഡ് ഷോ ഇന്ന് നയിക്കുന്നത് 2 താരങ്ങളാണ്. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ശശി തരൂരിൻ്റെ റോഡ് ഷോ ഇന്ന് നയിക്കും. തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് റോഡ് ഷോ ആയിരിക്കും നടക്കുക. അത് ഉച്ചവരെ നീളും. C ദിവാകരൻ്റെ റോഡ് ഷോ രാവിലെ 9 മണിക്ക് ആരംഭിക്കും. 9 മണിക്ക് കഴക്കൂട്ടത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. 7 നിയോജക മണ്ഡലങ്ങളും നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഈ റോഡ് ഷോ ഇന്ന് വലയം വയ്ക്കും. അതിനുശേഷം ഉച്ചയോടുകൂടി ഈ റോഡ് ഷോയും അവസാനിക്കും. കുമ്മനം രാജശേഖരനും BJP സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനും പ്രചാരണത്തിൻ്റെ തിരക്കുകൾ ആരംഭിച്ചു. രാവിലെ LMS പള്ളിയിലെത്തി ഈസ്റ്റർ ദിന ആശംസകൾ പള്ളിയിലെത്തിയവർക്ക് ഈസ്റ്റർ ദിന ആശംസകൾ അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയും ഇന്നുണ്ട്. ഇത്തരത്തിൽ 3 സ്ഥാനാർത്ഥികളും ഉച്ചവരെ റോഡ് ഷോയുടെ തിരക്കിലായിരിക്കും. അതിനുശേഷം ഏകദേശം 3 മണിയോടുകൂടി കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലേക്ക് തലസ്ഥാനം കടക്കും. കൊട്ടിക്കലാശം പ്രധാനമായി കേന്ദ്രീകരിക്കുക തിരുവനന്തപുരത്തെ പേരൂർക്കടയിലാണ്. പേരൂർക്കടയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രചാരണ സംവിധാനങ്ങൾ പൂർണ്ണമായി പേരൂർക്കട ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഏകദേശം 3 മണിയോടുകൂടി കാണാനാകും. പിന്നെ ഏകദേശമുള്ള 2 മണിക്കൂർ അത് പ്രചാരണത്തിൻ്റെ പാരമ്യത്തിലേക്ക് കിടക്കും. എല്ലാ സംവിധാനങ്ങളും, എല്ലാ പാർട്ടി സംവിധാനങ്ങളും, മുന്നണി സംവിധാനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് തങ്ങളുടെ കൊട്ടിക്കലാശം ആവേശപൂർവ്വമായി അവസാനിപ്പിക്കാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. രഞ്ജിനി. ഉമേഷ് തുടരുക. ആലപ്പുഴയിൽ നിന്ന് VV വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, അവസാന ദിവസമായ കൊട്ടിക്കലാശമായ ഇന്ന് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് കൂടുതൽ ആവേശം പകരാൻ ഏതൊക്കെ നേതാക്കളാണ് ഇന്ന് ജില്ലയിലുള്ളത്?
ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. ഇവിടെ വാശിയേറിയ പ്രചരണമാണ് നടക്കുന്നത്. കൊട്ടിക്കലാശത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണികൾ അവരുടെ അവസാന പരിശ്രമത്തിലേക്ക്, അതായത് വോട്ടുറപ്പിക്കാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമത്തിലേക്ക് പോകുന്നു. ഇന്ന് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തുറന്ന വാഹനത്തിലെ പ്രചരണമാണ്. സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണമില്ല. പകരം ആ മണ്ഡലത്തിൽ എത്താൻ കഴിയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും വോട്ടർമാരെ നേരിൽ കാണുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തുറന്ന വാഹനത്തിലുള്ള യാത്രയാണ്. 3 മണി മുതൽ സക്രിയ ബസാറിലാണ് കൊട്ടിക്കലാശം. 6 മണിയോടുകൂടി ഈ കൊട്ടിക്കലാശ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 12 മണിക്ക് ജില്ലാ കളക്ടർ സുഹാസ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 1330 പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിലുള്ളത്. 4000-ഓളം പോലീസുകാരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിനിയോഗിക്കും. ഏതായാലും ഇന്ന് 6 മണിക്ക് ശേഷം പ്രചരണവുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തിലിറക്കരുത് എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുണ്ടായാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന കാര്യവും ജില്ലാ ഭരണകൂടം രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയെ സംബന്ധിച്ച് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം, പ്രളയം, ഒപ്പം തന്നെ ശബരിമല, ഈ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. പ്രളയം വലിയ തോതിൽ ബാധിച്ച ഇടമാണ്. നെൽകർഷകരും മറ്റ് കർഷകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തു പോയ മണ്ഡലമാണ്. നിലവിൽ UDFിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ്. 2 തവണയായി KC വേണുഗോപാലാണ് ഇവിടെ വിജയിക്കുന്നത്. AM ആരിഫിനെയാണ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായി ഇറക്കിയിട്ടുള്ളത്. ഷാനിമോൾ ഉസ്മാൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. KS രാധാകൃഷ്ണനാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏതായാലും വലിയ മത്സരം ആണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും നാൾ നീണ്ട, ഏതാണ്ട് 45 ദിവസത്തിലധികം നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്കൊടുവിൽ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ആലപ്പുഴയിൽ വിജയം പ്രവചനാതീതമാണ്. ഏത് മുന്നണി ഇവിടെ വിജയിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു ഘട്ടമല്ല ഇപ്പോൾ ആലപ്പുഴയിൽ ഉള്ളത്. രഞ്ജിനി. വിനോദ തുടരുക. പാലക്കാട്ടേക്ക് വരുമ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ പ്രസാദ്, എന്തായാലും ഇന്ന് കൊട്ടിക്കലാശമാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എത്രത്തോളം ആവേശത്തിലാണ് സ്ഥാനാർത്ഥികൾ? ഇന്ന് എവിടെയൊക്കെയാണ് പ്രധാനമായും ഇവരുടെ പരിപാടികളൊക്കെ? രഞ്ജിനി, കഴിഞ്ഞ 40 ദിവസത്തിലേറെയായി നടക്കുന്ന പ്രചാരണത്തിന്റെ സമാപന ദിവസം ആവേശപൂർവ്വം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും മുന്നണികൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആലത്തൂരും പാലക്കാടും ആലത്തൂർ രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ അവരുടെ റോഡ് ഷോ ആരംഭിക്കും. 8 മണിക്ക് PK ബിജു ചിറ്റൂരിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ വൈകിട്ട് 5 മണിയോടുകൂടി കുന്നംകുളത്ത് സമാപിക്കാവുന്ന രീതിയിലാണ്. 7 നിയോജക മണ്ഡലൂടെയും കടന്നു പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, രമ്യ ഹരിദാസ് രാവിലെ മുതൽ തന്നെ മണ്ഡലത്തിൽ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തന്നെ പര്യടനം നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അവരുടെ റോഡ് ഷോ ആരംഭിക്കുക. 1 മണിക്ക് വേലന്താവളത്തു നിന്നും ആരംഭിച്ച് ആലത്തൂരിൽ സമാപിക്കുന്ന രീതിയിൽ കൊട്ടിക്കലാശം ആലത്തൂരിൽ നടത്തുന്ന രീതിയിലാണ് രമ്യ ഹരിദാസിന്റെ പ്രചാരണ പരിപാടികളുടെ സമാപനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, TV ബാബു കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ആരംഭിച്ച് കുന്നംകുളത്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന്റെ സമാപനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ തന്നെ 3 സ്ഥാനാർത്ഥികളും ചില പര്യടനങ്ങൾ നടത്തിയതിനു ശേഷം ഉച്ചയോടുകൂടിയാണ് അവരുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് MB രാജേഷ് വിക്ടോറിയ കോളേജിൽ നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അവസാനിക്കുക. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും ഒലവക്കോട് നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവരുടെ പ്രചാരണം സമാപിക്കും. കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും ഇത്തരത്തിൽ നഗരത്തിലെ വടക്കന്തറ മേഖലയിൽ നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ്. പാലക്കാട്ടെ 3 സ്ഥാനാർത്ഥികളും അവരുടെ പ്രചാരണ കൊട്ടിക്കലാശം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിലാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിലെ 3 റോഡുകളിലേക്ക് ചേർന്ന് സംഗമിക്കുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും വലിയ ആവേശത്തിൽ കഴിഞ്ഞ 40 ദിവസത്തോളമായി നടത്തുന്ന പ്രചാരണത്തിന്റെ സമാപനം, അവർ നടത്തിയ ഗൃഹപാഠങ്ങൾ, അവർ നടത്തിയ പ്രചാരണങ്ങളെല്ലാം തന്നെ അതിന്റെ പാരമ്യത്തിലെത്തുന്ന രീതിയിൽ ആവേശകരമായി അവസാനിപ്പിക്കുന്നതിനുള്ള രീതിയിൽ തന്നെയാണ് 3 മുന്നണികളും അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3 പേരും വലിയ വിജയപ്രതീക്ഷ ഈ മണ്ഡലത്തിൽ പാലക്കാട് കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വലിയൊരു മത്സരം നടക്കുന്നു എന്നുള്ളത് തന്നെയാണുള്ളത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെ കാലമായി LDFിന്റെ കൈവശമുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നതിന് ഇത്തവണ UDF എല്ലാ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തായാലും അട്ടിമറി വിജയം പാലക്കാട് ഉണ്ടാകും എന്നാണ് UDF അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ NDAയും
കഴിഞ്ഞ തവണ 1,36,000 വോട്ട് പിടിച്ച നിയമസഭയിൽ 1,90,000 വർദ്ധിപ്പിച്ച NDA ഇത്തവണ പാലക്കാട് അവരുടെ കരുത്ത് തെളിയിക്കും. അട്ടിമറി വിജയം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലത്തൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന്റെ ചുവന്ന കോട്ട എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തവണ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുണ്ടായ 3ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തമായ ഒരു മത്സരം, വീറും വാശിയും ഉണ്ടാകും എന്ന് തന്നെയാണുള്ളത്. ഒരു ഫലപ്രവചനം നമുക്ക് സാധ്യ പോലും ആകാൻ കഴിയാത്ത രീതിയിൽ മുൻകാലങ്ങളിലാണെങ്കിൽ ആലത്തൂരിൽ ആര് വിജയിക്കുമെന്നത് വളരെ കണ്ണടച്ച് തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം സ്ഥിതി മാറി ശക്തമായ ഒരു മത്സരം ആലത്തൂരിൽ ഉണ്ടാകുന്നു. അതിൻ്റെ എല്ലാം വീറും വാശിയും പ്രചരണത്തിലുണ്ടായിരുന്നു. പ്രചാരണ സമാപനത്തിലും ആ രീതിയിൽ തന്നെയാണ്, ആവേശകരമായ രീതിയിൽ സമാപിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നണികൾ അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുമ്പോൾ മുന്നണികളൊക്കെ എത്രത്തോളം പ്രതീക്ഷയിലാണ്, പ്രവർത്തകർ എത്രത്തോളം ആകാംക്ഷയിലാണ്, എന്താണ് കോഴിക്കോട് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പരസ്യപ്രചാരണത്തിനായി കോഴിക്കോട് എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും രഞ്ജിനി, കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ട് അതിശക്തമായ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന്. എന്തായാലും പുലർച്ചെ 2 മണിക്കൂറോളമായി ഈ കോഴിക്കോട് നഗരത്തിലും വിവിധ പ്രദേശങ്ങളിലും ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മഴ ഇന്നത്തെ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തെ മങ്ങലേൽപ്പിക്കുമോ എന്ന ഒരു ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും 3 മുന്നണികളും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ 40 ദിവസത്തിലേറെയായി കോഴിക്കോട് ഉണ്ടായിരുന്നത്. സിറ്റിംഗ് MP ആയ MK രാഘവനും സിറ്റിംഗ് MLA ആയ A പ്രദീപ് കുമാറിൻ്റെയും മത്സരം കൊണ്ട് വലിയ തോതിലുള്ള ശ്രദ്ധ നേടിയ ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം നിലനിന്നിരുന്ന കോഴിക്കോട് കഴിഞ്ഞ 10 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ കൈവശമാണ് ഈ മണ്ഡലമുള്ളത്. അതിഥിയായി എത്തി കോഴിക്കോട് ജനങ്ങളുടെ ഇടയിൽ ഇടം നേടാൻ കഴിഞ്ഞ വ്യക്തിയാണ് MK രാഘവൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും ഒപ്പം കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും വിജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത്തരമൊരു പ്രചരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഈ CPM അതുപോലെ തന്നെ ജനകീയനായ ഒരു MLA തന്നെ മത്സരരംഗത്ത് ഇറക്കിയത്. A പ്രദീപ് കുമാർ തൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് കോഴിക്കോട് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയ ഒരു MLA ആണ്. അത്തരമൊരു പ്രവർത്തനത്തിലൂടെയാണ് CPM അതിനെ നേരിട്ടത്. രണ്ടുപേരും നല്ല വ്യക്തിപ്രഭാവമുള്ള MLA-മാരും MP-മാരുമായി പ്രവർത്തിച്ചവരാണ്. ഒപ്പം തന്നെ വികസന പ്രവർത്തനത്തിലും ഇവർ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് കോഴ ആരോപണങ്ങളൊക്കെ തന്നെ ഈ മണ്ഡലത്തിൽ സജീവമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനെ CPM ശക്തമായൊരു രീതിയിൽ പ്രചരണായുധമാക്കി മാറ്റുന്ന കാഴ്ച നമുക്ക് അവസാന രംഗത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അതൊരു സഹതാപ തരംഗമായി മാറുമോ എന്ന ഒരു ആശങ്ക മൂലം പിന്നീട് ഇടയ്ക്ക് CPM ആ ആരോപണത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇതിനെ തനിക്കെതിരെയുള്ള കെട്ടുകഥകളായും തനിക്കെതിരെയുള്ള ആക്രമണങ്ങളായും തന്നെയാണ് MK രാഘവനും കോൺഗ്രസും ഇതിനെ നേരിട്ടത്. അത്തരമൊരു പ്രചരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഈ കേസെടുക്കാൻ MK രാഘവനെതിരെ കേസെടുക്കാമെന്ന ഒരു നിയമോപദേശം ലഭിക്കുകയും അത്തരമൊരു നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒടുവിൽ വീണ്ടും സജീവ ചർച്ചയായി മാറുകയായിരുന്നു കോഴിക്കോട്ടെ കോഴ ആരോപണം. എന്തായാലും കോഴിക്കോട്ടെ സംബന്ധിച്ച് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടുകൂടി ഇത്തരം ആരോപണങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് UDF-നുള്ളത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ കോഴിക്കോട് ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും അത് വോട്ടാക്കി മാറ്റാനും അതുവഴി വിജയിച്ചു കയറാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് LDF നേതൃത്വം വെച്ച് പുലർത്തുന്നത്. എന്നാൽ ഇവിടെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് 3 മുന്നണികളും സജീവമായി മത്സരിക്കുന്നുണ്ടെങ്കിലും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ യാതൊരുവിധ സാന്നിധ്യവുമില്ല. ഇവിടെ പ്രധാനമായും LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും കൊട്ടിക്കലാശം ഇന്നാണ്. എല്ലാ മുന്നണികളും അവർക്ക് വേണ്ടി പ്രത്യേക സ്ഥലം പോലീസ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ബീച്ചിലാണ് സമാപനം നടക്കുക. മാത്രമല്ല വിവിധ മണ്ഡലങ്ങളിൽ UDF-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അതാത് പ്രദേശത്തെ പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവസാന ദിവസമായ ഇന്ന് പരമാവധി മണ്ഡലങ്ങളിലൂടെ ഒരു റോഡ് ഷോ പോലെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് UDF-ൻ്റെ തീരുമാനം. അത് വൈകുന്നേരം 3 മണിയോടുകൂടി ബീച്ച് റോഡിൽ സമാപിക്കും. ബീച്ച് റോഡിലായിരിക്കും വലിയ തോതിലുള്ള കൊട്ടിക്കലാശം നടക്കുക. സമാനമായ സാഹചര്യത്തിലൂടെയാണ് LDF-ഉം പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. LDF-ൻ്റെ നേതൃത്വത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണ പരിപാടികൾ നടത്തുകയും ആ സ്വീകരണ പരിപാടികളിൽ A പ്രദീപ് കുമാർ പങ്കെടുത്ത ശേഷം വൈകുന്നേരം ബീച്ച് റോഡിലാണ് അവരും കൊട്ടിക്കലാശം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേക ഇടങ്ങളൊക്കെ തന്നെ 3 മുന്നണികൾക്കും BJP-യും ബീച്ച് റോഡിലാണ് സമാപന കൊട്ടിക്കലാശം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അതീവ ജാഗ്രതയാണ് പോലീസ് പുലർത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി 3 മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ ഇടങ്ങളാണ് കൊട്ടിക്കലാശത്തിനായി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. രഞ്ജിനി.
സനോജ, എന്തായാലും MK രാഘവൻ കോഴിക്കോട്ടെ സിറ്റിംഗ് MP ആണ്. ഒപ്പം തന്നെ ഈ അടുത്തിടെ വന്ന ഒളിക്യാമറ വിവാദമൊക്കെ വലിയ ചർച്ചകളുമായി മാറിയിരുന്നു. ഒപ്പം തന്നെ LDF-ന്റെ അതിശക്തനായ സ്ഥാനാർത്ഥി കൂടിയാണ് പ്രദീപ് കുമാർ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവസാന വട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കാണ് ഒരു മുൻതൂക്കം? അതോ പ്രവചനാതീതമാണോ കോഴിക്കോട്ടെ കാര്യങ്ങളൊക്കെ? രഞ്ജിനി, ആദ്യഘട്ടത്തിൽ ഒരു ജനകീയനാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിഥിയായി വന്ന് കോഴിക്കോട് നിവാസികളുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ് MK രാഘവൻ. കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവിടെ ചർച്ചയായിരുന്നത്. അതിന് ബദലായി അതേ നാണയത്തിലുള്ള തിരിച്ചടിയാണ് CPM നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രദീപ് കുമാറിനെ ഇറക്കിയതോടുകൂടി കോഴിക്കോട് ജനവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് പ്രദീപ് കുമാർ. കാരണം അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാന രാഷ്ട്രീയം മുതൽ തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. മാത്രമല്ല MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ മോഡൽ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചുകൊണ്ട് അത്തരമൊരു മോഡൽ വികസനം നടപ്പാക്കിയ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ വികസനം തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് സ്ഥാനാർത്ഥിമാരുടെ വ്യക്തിപ്രഭാവം അതും വലിയ ചർച്ചയായി. ഇങ്ങനെ സജീവ ചർച്ചയായിരിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ MK രാഘവനെതിരെ കൊട്ടിക്കലാശമാണ്. 3-ാം നാൾ കേരളം വിധിയെഴുതും. സ്ഥാനാർത്ഥികൾ വളരെയധികം പ്രതീക്ഷയിലുമാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം. അവസാനവട്ട പ്രചാരണം ഇന്ന് നടക്കും. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും ആലപ്പുഴയിൽ നിന്ന് VV വിനോദും പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും കോഴിക്കോട് നിന്ന് സനോജും നൽകിയത്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുമ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയിലും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും ഇന്ന് 3-ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതോടെ തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കുരിശുമരണം വരിച്ച ക്രിസ്തു 3-ാം നാൾ പുനരുദ്ധാനം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേകം പ്രാർത്ഥനകളും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കർദിനാൾ ബസേലിയോസ് മാർക്ലെമീസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാളയം പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾ ആർച്ച് ബിഷപ്പ് സൂസൈപാക്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് ജോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷമുള്ള ഉയർപ്പിന്റെ സന്ദേശവുമായി എത്തിയ ഈസ്റ്ററിനെ പ്രാർത്ഥനയോടെയാണ് ക്രൈസ്തവ സമൂഹം വരവേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത VG, ന്യൂസ് 18. ആഡംബരത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും പുറകെ പോയി ആയുസ് പാഴാക്കരുത് എന്ന ഈസ്റ്റർ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർക്കുന്ന ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതും ഒഴിവാക്കുന്നതും ദൈവമാണ് എന്നും വിശ്വാസികൾ ദൈവത്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്നും പോപ്പ് പറഞ്ഞു. പാപങ്ങൾ, ഏകാന്തതയും മരണവുമാണ് മനുഷ്യന് സമ്മാനിക്കുക എന്നും ഈസ്റ്റർ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞു.